ഞങ്ങളുടെ നേതാക്കളുടെ പേരിൽ ആരോപണം നയിക്കാൻ പാടില്ല. ഞങ്ങളുടെ സത്യസന്ധരായ നേതാക്കൾ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹുവിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു 74ഓളം വയസ്സ് ഉസ്താദിന് പ്രായമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ ആയുസ്സിനേക്കാളപ്പുറം ഞങ്ങളുടെ പറഞ്ഞാലും തിരക്കേടില്ല, അവിടത്തേക്ക് ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണം റഹ്മാനെ. ഞാൻ പറയട്ടെ, ഉസ്താദ് അവരുകളെ പറ്റി പറയാൻ വല്ലതും ബാക്കിയുണ്ടോ? പക്ഷേ ഉസ്താദ് അവരുടെ നെഞ്ഞൂട്ടി ചെറുതല്ല. ഇവിടെ ഒരു മനുഷ്യരെ കാണാതെയായിപ്പോയി. അങ്ങനെ പല കുന്നുകളും തെരഞ്ഞു, അങ്ങനെ പല ജെസിബികളും വന്നു. ഞാൻ പറയട്ടെ, അന്നും ഈ സ്റ്റേജിൽ പ്രസംഗിച്ചവനാണ് പാവപ്പെട്ട ഞാൻ ഉസ്താദിന്റെ കൂടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നൊക്കെ ഞങ്ങൾക്ക് അവേലക്കഥകളുണ്ടായിരുന്നു നേതൃത്വത്തിന്. അല്ലാഹുവേ, ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ മക്കൾ ഞങ്ങൾക്ക് വേണ്ട പ്രചോദനവുമായി ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴുള്ള സന്തോഷം അത് ചെറിയ സന്തോഷമല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഓർക്കണം, ആ സമയത്ത് അത് ആ ഉസ്താദിനെ പ്രതി ചേർത്ത ഒരു സമയം. ഞാൻ കുറ്റാടിയിൽ നിന്ന് അവിടെയുള്ള മുഴുവൻ ആളോടും പറഞ്ഞു, ഇതിന് കാന്തപുരം ഉസ്താദ് ആ ഉസ്താദിനെ വഴിയിൽ നിന്ന് തെറ്റിക്കാമെന്നാരും ധരിക്കേണ്ടതില്ല. ഉസ്താദിന്റെ പേരിൽ ആരോപണം പറഞ്ഞ് അതാ ഉസ്താദിനെ ഇരുത്താമെന്നാരും ധരിക്കേണ്ടതില്ല. നിങ്ങളതാ പിഴപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നബിയേ, തങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല നബിയേ, ഒരു പ്രശ്നവും വരൂല നബിയേ. അതുപോലെ ലക്ഷക്കണക്കായ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും ശൈഖുനയോട് പറയുന്നു, അവിടുത്തേക്കൊന്നും സംഭവിക്കൂല. അവിടുത്തേക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു നമീമത്തുകാരനും ഉപജാപക സംഘവും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അവിടുത്തേക്ക് വേണ്ട പ്രൊട്ടക്ഷനും വർഗത്തിനും ഷെയർ മുബാറക്കിനും ഞങ്ങളെ സർവ്വ സ്ഥാപനങ്ങൾക്കും ഇവിടെ പ്രൊട്ടക്ഷൻ നൽകാൻ